ഹലോ ഗായ്സ്, നമുക്ക് തൊമ്മങ്ങത്ത് വാട്ടർഫോൾസ് കാണാൻ പോയില്ല. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് 55 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ വ്യൂ പോയിന്റ് കാണുമ്പോൾ നിർത്തിയേ പോയത്. ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. കയറി വരുന്നത് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. കുഞ്ഞു മക്കൾക്കൊന്നും ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ. പിന്നെ ഇവിടെ എക്കോ ടൂറിസ്റ്റിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അപകട സാധ്യത മേഖലകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം നമ്മൾ വന്നത് ഒരു വേനൽ ടൈമിനായതുകൊണ്ടിട്ട് വലിയ വെള്ളമൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാര്യം പിന്നെ നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെയാണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ പതിയെ നടക്കാൻ തുടങ്ങി കേട്ടോ. കാര്യം വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മളെന്ന് വെച്ചാൽ ഈ 45 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് ഒരു കട പോലും ഇല്ലായിരുന്നു. പിന്നെ എവിടുന്നോ ഒരു പെട്ടിക്കട നമ്മൾ ഒരു വീട്ടിൽ കണ്ടുപിടിച്ച് അവിടെ പോയി നമ്മൾ വെള്ളവും പിന്നെ സ്നാക്സ് ഒക്കെ ജസ്റ്റ് മേടിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. കാര്യം ഫുഡ് കഴിക്കാൻ ഒരു കട പോലും ഇല്ല. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുന്നവർ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കരുതിയിട്ടേ പോരാവുള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരാം. പിന്നെ ദേ നമ്മളുടെ വെള്ളച്ചാട്ടം കണ്ടപ്പോഴത്തേക്കും മനസ്സിന് ആകെ ഒരു വല്ലാത്തൊരു ഒരു കുളിർമ കിട്ടി. അതാണ് നമുക്ക് ആകെ ഉണ്ടായത്. അതിന് ദേ നിഹാരും ഋഷിബായും മാത്രമേ വെള്ളത്തിൽ ഇറങ്ങുള്ളൂ. കാര്യം ഇവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എന്തായാലും മാറാനായിട്ടുള്ളത് കൊണ്ടിട്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. ഒരാളാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് വന്നെ പോലും ഇല്ല, അവൾക്ക് വെള്ളത്തിൽ തന്നെ ഇറങ്ങണം. അങ്ങനെ പിന്നെ അവൻ എങ്ങനെയെങ്ങാണ്ടൊക്കെ വെള്ളത്തിൽ ഇറക്കും, വീണ്ടും കയറ്റും. ഇത് തന്നെ പണിയായിരുന്നു. പിന്നെ ഋഷിബായുടെ അടുത്ത് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ അവന് മനസ്സിലാവും, അവൻ വലിയ കുട്ടിയാണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ എങ്ങനെയെങ്ങാണ്ടൊക്കെ ഇവരെയൊക്കെ പിടിച്ച് കയറ്റി പിന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ.